ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനുമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി വെച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ചന്ദ്രമതിയെയും നമ്മുടെ ശ്രുതിനെയാണ്. അങ്ങനെ ശ്രുതി പറയാണ്, ഞാൻ മടുത്താൻ്റെ, ഞാൻ മടുത്തു. അവരും ഇവരും വീട്ടുകാരും ഒക്കെ പറയുന്നത് കേട്ട് എത്ര നാൾ ഞാൻ ഇങ്ങനെ സഹിച്ചിവിടെ ജീവിക്കും. ഒരു വാടക വീടെടുത്ത് മാറി താമസിച്ചാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. എന്താ മോളെ നീ പറയുന്നത്? വാടക വീടെടുത്ത് മാറി താമസിക്കാനോ? ഞാൻ സമ്മതിക്കത്തില്ല. അല്ല പിന്നെ എങ്ങനെയാ ആന്റി? ഇവിടെ ഇങ്ങനെ കഴിയാൻ പറ്റത്തില്ല. രേവതിയുടെയും സച്ചിയുടെയും ചോദ്യം ചെയ്യലും ഇങ്ങനെ ഓരോ നുണകൾ പറഞ്ഞുണ്ടാക്കലും എങ്ങനെയാ ഇവിടെ ജീവിക്കുക? എന്റെ പൊന്നുമോളെ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ വേറെ എന്ത് ചെയ്യാനാ? ഇവിടെ ഒരു പ്രൈവസി പോലും ഇല്ല. മടുത്തു സത്യമായിട്ടും. ഞാൻ എന്ത് ചെയ്യുന്നെന്ന് നോക്കിയിരിക്കുക. ഇവിടെ ചിലര് എന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എന്തിനാ എന്നെ ഇങ്ങനെ വാച്ച് ചെയ്യുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അല്ല, എല്ലാവരും ഇവിടെ നിന്ന് പോണം. ഭാര്യയും ഭർത്താവുമായിട്ട് ഇവിടെ സുഖമായിട്ട് കഴിയണം. അതിനുവേണ്ടി ആ പൂക്കാരി ഇതൊക്കെ ചെയ്യുന്നത്. എന്നാ പിന്നെ അവരിവിടെ താമസിക്കട്ടെ, ഞാനും സുധി ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം. അതാ നല്ലത്. ഞങ്ങൾ വേറെ താമസിച്ചോളാം. അങ്ങനെയൊന്നും പറയാതെ കേട്ടോ. നീ എന്തിനാ ഇവിടുന്ന് പോകേണ്ടത്? നീയല്ല പോകേണ്ടത് ആ പൂ കിട്ടുന്നവളാ. അവളാ ഇവിടുന്ന് പോവേണ്ടത്. എന്റെ മോനില്ലാതെ എനിക്കിവിടെ കഴിയാൻ പറ്റത്തില്ല. എന്റെ സുതിമോന് എപ്പോഴും എൻ്റെ അടുത്ത് തന്നെ വേണം. അതുപോലെ ഈ മോളും എൻ്റെ അടുത്ത് വേണം. നിങ്ങൾ രണ്ടുപേരും എന്നും എൻ്റെ കൂടെ സന്തോഷമായിട്ട് കഴിയണം. അതാ ഈ ആന്റിയുടെ ആഗ്രഹം. അതിൽ കാണുന്നതിൽ പരം സന്തോഷം വേറെ ഇല്ല ശ്രുതി. അല്ല, ഞാൻ വേറെ എന്ത് ചെയ്യാനാ ആന്റി? ഇങ്ങനെയൊക്കെ നടക്കുമ്പോ പിന്നെ വീട് മാറുക എന്നുള്ളതല്ലാതെ. ആദ്യം സച്ചിയായിരുന്നു പ്രശ്നം ഉണ്ടാക്കിയിരുന്നത്. ഇപ്പൊ വീണ്ടും രേവതിയും പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. രണ്ടുപേരും കൂടെ ചേർന്ന് എന്നെ ഇട്ട് വട്ട ചുറ്റിച്ചോണ്ടിരിക്കുക. അതുകൊണ്ടാ ഞാൻ ഇവിടുന്ന് പോവാന്ന് പറഞ്ഞത്. എത്ര നാളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റും ഈ വീട്ടില്? എനിക്ക് വയ്യ, മടുത്തു. അല്ല, നിങ്ങൾ ഇവിടുന്ന് പോകണമെന്ന രേവതിയുടെ ആഗ്രഹം. പക്ഷേ അത് നടക്കില്ല, നടത്താൻ പോകുന്നില്ല. എനിക്ക് കൊക്കില് ജീവനുള്ളിടത്തോളം കാലം അത് നടക്കാൻ പോകുന്നില്ല ശ്രുതി. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ രേവതിയെ ഇവിടെ നിന്ന് ഓടിക്കുക ചെയ്യേണ്ടത്. അതിനുള്ള വഴി നോക്ക്. അല്ലാതെ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി തോറ്റു തൊപ്പിയിട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. അത് അവളുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ. ഞങ്ങൾ പോയിക്കോളാം ആന്റി, പ്ലീസ് ആന്റി. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾ ഇവിടെ ഉണ്ടാകും. നിങ്ങൾ ഇവിടെ വേണം. അല്ലെങ്കിലേ ഞാൻ തോറ്റതിന് തുല്യമായി പോവും. നിങ്ങൾ എങ്ങോട്ട് പോകത്തില്ല. അതിന് ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ മരുമകളെയേ ഞാൻ കൊണ്ടുവന്നതാ, എനിക്ക് വേണം. നീയും സുധിയും ശ്രീകാന്തും വർഷയും ഇവിടെ വേണം. ഇവിടുന്ന് പോകേണ്ടത് വേറെ ആരുമല്ല, സച്ചി രേവതിയോ. അല്ല ആന്റി, നീ ഇനി ഒന്നും പറയണ്ട. ഞാൻ പറയുന്നത് അതേപടി അനുസരിച്ചാൽ മാത്രം മതി, കേട്ടല്ലോ? വേറെ ഒന്നും ഇങ്ങോട്ടേക്ക് പറയാൻ നിൽക്കണ്ട. നീ എനിക്ക് കുറച്ച് സമയം എന്താ. ഈ പൂ കിട്ടുന്നവളെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. പോരെ? നീ ഇപ്പം മുറിയിലേക്ക് ചെന്ന് റെസ്റ്റ് എടുക്കാൻ നോക്ക്. ചെല്ല് ശ്രുതി എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതിനെ മുറിയിലേക്ക് പറഞ്ഞു വിടുകയാണ് കേട്ടോ. ഏതായാലും ശ്രുതി ഒരുമാതിരി സോപ്പിട്ട് നമ്മുടെ ചന്ദ്രനെ ചാക്കിലാക്കിയിട്ടുണ്ട്. ശ്രുതിക്കാണ് തലവേദന തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ശ്രുതിക്ക് അങ്ങോട്ട് തലവേദന തന്നെയായിരിക്കും. അങ്ങനെ ശ്രുതി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പാവം കുട്ടി ഇനി എന്ത് ചെയ്യുന്നു പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ശ്രുതി ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ശ്രുതിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് ശ്രുതി ഇങ്ങനെ റൂമിൽ വന്നിങ്ങനെ കിടക്കുകയാണ്. നശൂർണം പിടിക്കാനായിട്ടെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി കയറി വന്നിട്ട് ചോദിച്ചു, അല്ല ശ്രുതി, നിനക്ക് വിഷമമായോ? പിന്നെ വിഷമാവാതെ ഞാനിവിടെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടനോ ഈ വക കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുമ്പം? അയ്യോ, എനിക്കറിയാം ശ്രുതി, നിനക്ക് ഒത്തിരി വിഷമമായിട്ടുണ്ടെന്ന്. എന്ത് ചെയ്യാനാ? അവള് ആ രേവതി ഇതെല്ലാം പറഞ്ഞുണ്ടാക്കിയല്ലോ. അവക്ക് നാണമില്ലല്ലോ. എന്റെ പൊന്നു ശ്രുതി, എന്തിനാ എല്ലാവരും നമ്മുടെ ലൈഫിലേക്ക് ഇങ്ങനെ എത്തി നോക്കുന്നത്? അതാ എനിക്ക് അറിയാൻ മേലാത്തത്. എനിക്ക് ഈ വീട്ടില് കഴിയാൻ മേല. അല്ല, ഈ വീട്ടില് വേറെ താമസിക്കുന്നതാണ് നല്ലതെന്ന് നീ അമ്മയോട് പറഞ്ഞല്ലേ? ആ കാര്യം അമ്മ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും നടക്കില്ല ശ്രുതി. ഞാനില്ലാതെ അമ്മയ്ക്ക് ഇവിടെ കഴിയാൻ പറ്റത്തില്ല. ഞാൻ വേണം ഇവിടെ. അമ്മയെ വിട്ടിട്ട് എനിക്കും അങ്ങോട്ടേക്ക് വരാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഇവിടുന്ന് പോയാലും ശ്രുതി എന്റെ കൂടെ വരില്ലല്ലേ? അയ്യോ, നീ അങ്ങനെയൊന്നും ചിന്തിക്കാതെ. അമ്മയ്ക്ക് എന്റെ ജീവനാണെന്നുള്ള കാര്യം നിനക്കറിയാലോ. ജീവൻ എന്ന് വെച്ചാൽ ജീവന്റെ ജീവൻ. അല്ല, സച്ചി വെറും ഒരു കാർ ഡ്രൈവർ അല്ലേ? നീ ഒരു ബിസിനസ്മാൻ അല്ലേ? വിദ്യാഭ്യാസമുള്ള ആളല്ലേ? എന്നിട്ടും നീ ഈ വീട്ടില് സുധിയേക്കാൾ ബഹുമാനമുള്ള ആളെന്ന് പറഞ്ഞ സച്ചി തന്നെയാ. സച്ചിനെ എല്ലാവർക്കും ബഹുമാനമാണ്. സുധിയുടെ അമ്മയ്ക്ക് പോലും അവനെ പേടിയാ. എന്തിനും സച്ചി കൂടെ നിൽക്കുന്ന ധൈര്യത്തിലാ രേവതി ഇങ്ങനെയൊക്കെ പറയുന്നത്.
അവരെന്തിനാ നമ്മുടെ ലൈഫിൽ തലയിടുന്നത്? ഇത് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല. അതുകൊണ്ടാ ഞാൻ മാറി താമസിക്കാന്ന് പറയുന്നത്. ഓ, എന്റെ പൊന്ന് ശ്രുതി, സച്ചി രേവതിയും പറയുന്ന ആരെങ്കിലും ഇവിടെ കാര്യമായിട്ട് എടുക്കുവോ? ആരും കാര്യമായിട്ട് എടുക്കത്തില്ല. ദേ, ഞാനൊരു കാര്യം പറയാം. ഇവിടെ നിന്ന് ഇപ്പം മാറി താമസിക്കുന്നതിനെ കുറിച്ച് ഒന്നും ആലോചിക്കണ്ട. അതൊന്നും നടക്കുന്ന കാര്യമല്ല. പിന്നെ എന്തിനാ വെറുതെ ആലോചിക്കുന്നത്? ശ്രുതി, നീ എന്തുകൊണ്ടാ പ്രഗ്നന്റ് ആയ കാര്യം എന്നോട് പറയാത്തത്? അതും അബോർഷനായിട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലോ. അത് പിന്നെ അത് സോറി സോറി സുധി, പ്രഗ്നന്റ് ആയ ഉടനെ അബോർഷൻ ആയിപ്പോയി. അപ്പൊ എങ്ങനെയാ നിന്നെ ഇത് ഞാൻ അറിയിക്കുന്നത്? ആ സമയത്ത് സുധിക്ക് ജോലി ഒന്നും ഉണ്ടായിരുന്നുമില്ല. അതുകൊണ്ടാ അതുകൊണ്ടാ ഞാൻ പറയാതിരുന്നത്. വല്ലാത്തൊരവസ്ഥയിലായിരുന്നു സുധി ഞാന്. പിന്നെ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? വിഷമിക്കണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ പ്രഗ്നൻസി ആയ കാര്യവും അത് പോയ കാര്യവും ഒന്നും പറയാത്തത്. അല്ലാതെ വേറൊന്നുമല്ല. സുധിക്ക് എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? അത് ശ്രുതി, ദേഷ്യം തോന്നാനോ? എന്താ എന്താ മോളെ? നിന്നോട് നിന്നോട് എനിക്ക് ദേഷ്യമില്ല, ബഹുമാനം മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഞാനിപ്പം ഹാപ്പിയാ. ഏ, ഹാപ്പിയാണെന്നോ? അതെന്താ ഹാപ്പിയാണെന്ന് പറയാൻ കാരണം? അപ്പം അബോർഷൻ ആയതില് ശ്രുതിക്ക് വിഷമമൊന്നുമില്ല? അത് വിഷമം ഉണ്ടോ എന്ന് ചോദിച്ചാല്, കുഞ്ഞ് പിറക്കാതെ പോയതില് ശ്രുതിക്ക് സങ്കടമില്ലേ? അത് ഞാൻ പറഞ്ഞല്ലോ, ഓർക്കുമ്പം ഇത്തിരി വിഷമമൊക്കെയുണ്ട്. എന്നാലും നമുക്ക് ഒരു കുഞ്ഞ് ഉണ്ടാകൂലോ ഇനി. നമുക്ക് രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ലെന്ന് മനസ്സിലായില്ലോ. അതുകൊണ്ട് കുറച്ചുകൂടെ സന്തോഷമായി. അതുകൊണ്ടാ ഞാൻ ഹാപ്പി ആയത്. അതുകൊണ്ടാന്നേ, അല്ലാതെ വേറൊന്നും അല്ലാട്ടോ എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ഇപ്പോഴും അപ്പോഴും ശ്രുതിയുടെ മനസ്സിൽ വെപ്രാളവും പേടി തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതി പറഞ്ഞു, നീ പറഞ്ഞിരുന്നല്ലോ ചെക്കപ്പ് നടത്തണമെന്ന്. ഇനിയിപ്പം ചെക്കപ്പിന്റെ ഒരാവശ്യമില്ല. നമ്മൾ രണ്ടുപേരും ഹെൽത്തിയാ, ഒരു പ്രശ്നമില്ല. അതുകൊണ്ടാണല്ലോ ഒരു കുഞ്ഞ് നിന്റെ വയറ്റിൽ ജനിച്ചത്. അപ്പൊ ഇനി പേടിക്കാനില്ലല്ലോ. എപ്പോഴാണെങ്കിലും നമുക്കൊരു കുഞ്ഞുണ്ടാകും. പിന്നെ ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് നീട്ടി വെക്കണ്ട. എത്രയും പെട്ടെന്ന് നമുക്കൊരു കുഞ്ഞ് വേണം. അത് വേണം ശ്രുതി. എനിക്ക് നല്ല കോൺഫിഡൻസാ. ഉടനെ തന്നെ ഒരു കുഞ്ഞുണ്ടാകും. ദേ, നിനക്കിപ്പോ അബോർഷൻ ആയില്ലായിരുന്നെങ്കിൽ കുഞ്ഞിന് എത്ര മാസം ആയേനെ? അത് പിന്നെ പറ പറ നീ പറ, എത്ര മാസമായി കാണും? ഇപ്പൊ നമ്മുടെ കുഞ്ഞിന് എത്ര മാസം ആകേണ്ടിയിരുന്നതാ? അത് 4 മാസം. അബോർഷൻ ആയിരുന്നില്ലെങ്കിൽ ഇപ്പം നമ്മൾ കുഞ്ഞിന്റെ ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നല്ലേ? അതെ, അതെ. ശ്രുതി, എന്തു പറ്റി ശ്രുതി? നിന്റെ സ്വരത്തിനൊരു ഇടർച്ച? അതെ, ഒന്നുമില്ല. എനിക്കത് ഓർക്കുമ്പോഴേ വിഷമ, അതാ സ്വരം ഇടർന്നത്. പിറത്തുന്നത് പിറത്തുന്നത് സോറി, പിറക്കുന്നത് ആൺകുട്ടി ആയിരിക്കോ പെൺകുട്ടി ആയിരിക്കോ എന്നൊരു ആകാംക്ഷ നമുക്ക് കാണും. കുഞ്ഞിനിടാനുള്ള പേരൊക്കെ നമ്മൾ കണ്ടുവെക്കും. ഞാൻ പറയുന്ന പേര് നിനക്ക് ഇഷ്ടപ്പെടത്തില്ല, നീ പറയുന്ന പേര് എനിക്കും ഇഷ്ടപ്പെടില്ല. ഒടുവിൽ നമ്മൾ തർക്കിക്കും. ഒടുക്ക രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടൊരു പേര് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് അങ്ങ് കണ്ടുപിടിക്കും. കുഞ്ഞിന് ആ പേരും അങ്ങോട്ട് ഇടും. നിന്നെ കൂട്ടി ഞാന് ഇടയ്ക്കിടെ ഹോസ്പിറ്റലിലൊക്കെ പോവും. ദേ, ഈ സമയത്ത് സ്കാനിങ്, അങ്ങനെ ചെക്കപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തേണ്ടി വരില്ലോ. അപ്പം നിന്റെ വയറ് വലുതായിട്ട് വരില്ലേ? എനിക്ക് സത്യമായിട്ട് ഓർക്കുമ്പോഴുണ്ടല്ലോ എന്തോ വലിയ സന്തോഷം. നമ്മൾ കുഞ്ഞിന് വേണ്ട ഡ്രസ്സും തൊട്ടിലും ഒക്കെ മേടിച്ചു വെക്കും. പിന്നെ നിനക്ക് ഇടയ്ക്കിടെ ഛർദിലും അതുപോലെ തലചുറ്റലും ഒക്കെ വരില്ലേ? നീ തളർന്നു കിടക്കുമ്പം ഞാന് നിന്റെ അരികിൽ തന്നെ ഇരിക്കും. നിന്നെ ശുശ്രൂഷിക്കും. നിനക്ക് വേണ്ടതെല്ലാം ചെയ്തു തരും. നിന്നെ സങ്കടപ്പെടുത്തില്ല. ഈ സമയത്ത് പച്ചമാങ്ങ കഴിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ നിനക്ക് കാണുമല്ലോ. ഒന്നല്ല, ഒരു ഒരു 10-20 കിലോ പച്ചമാങ്ങ ഞാൻ ഇവിടെ മേടിച്ചോണ്ട് തരും നിനക്ക്. നോക്കിക്കോ, നീ ഞെട്ടും. പിന്നെ നമ്മുടെ കുഞ്ഞിനെ ചേർക്കാൻ നല്ല സ്കൂളൊക്കെ കണ്ടുവെക്കണ്ടേ? അഡ്മിഷൻ ഫോം ഒക്കെ ഇപ്പൊ തന്നെ മേടിക്കും. ആ ഒരു ടൈം അല്ലായിരുന്നോ ഈ സമയം? അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഭയങ്കരമായിട്ടും ശ്രുതിനെ ചെന്ന് കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ. ഭയങ്കര കരച്ചില്. ശ്രുതിക്ക് സത്യം പറഞ്ഞാൽ കരയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പെട്ടെന്ന് കരച്ചിൽ വരില്ല, ഒരുപാട് കാരണങ്ങൾ ഉള്ളത് കൊണ്ട്. അങ്ങനെ നമ്മുടെ ശ്രുതി പറഞ്ഞു, ശ്രുതി പറഞ്ഞു, നീ എന്തിനാ ശ്രുതി കരയുന്നത്? നീ പ്രഗ്നന്റ് ആണെന്നുള്ള സന്തോഷം നീ അടുത്ത് തന്നെ ഒരു ദിവസം എന്നോട് പറയും. നോക്കിക്കോ, നീ പ്രഗ്നന്റ് ആകും. ഈ വീട്ടില് നമ്മുടെ കുഞ്ഞ് തന്നെയായിരിക്കും ആദ്യം പിറക്കാൻ പോവുക. അത് പിന്നെ സോറി സുധി, ഒന്നിനു പുറകെ ഒന്നായിട്ട് ഞാൻ നിന്നോട് കള്ളം പറയാ. അത് സുധിയോടുള്ള സ്നേഹം കൊണ്ടാ, സുധിയോടുള്ള ജീവിക്കണം എന്നുള്ള കൊതി കൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. സുധി, എന്നോട് ക്ഷമിക്ക് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനസ്സിൽ പറയാണ് കേട്ടോ, നേരിട്ടല്ല, മനസ്സിലാട്ടോ പറയുന്നത്. നമ്മുടെ സുധിയുടെ നെഞ്ചിൽ ഇങ്ങനെ ചാരി കിടന്നിട്ട് മനസ്സിൽ പറയാ, അല്ലാതെ നേരിട്ട് പറയാൻ പറ്റില്ലല്ലോ. ഏതായാലും ആ ഒരു സീനൊക്കെ കഴിഞ്ഞു, ഗോളും കാറും ഒക്കെ ഒതുങ്ങി കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതിയാണ്. അപ്പൊ രേവതി ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്.
ഏതായാലും രേവതി ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് നമ്മുടെ ദേവുവിനെ കാണാൻ വേണ്ടി തന്നെയാണല്ലോ. ഇപ്പൊ അങ്ങനെയാണല്ലോ, ദേവു ഹോസ്പിറ്റലിൽ ഉള്ളത് കൊണ്ട്. അങ്ങനെ നമ്മുടെ ദേവു ഇറങ്ങി വരികയാണ്. ചേച്ചി പൂ കൊടുത്തു ചേച്ചി? ആ കൊടുത്തു മോളെ. അല്ല, പൂ കൊടുത്ത ഉടനെ ഞാൻ നിന്നെ വിളിച്ചത്. നീ ജോലി തിരക്കിലാണോ? ഞാൻ നിന്നെ ബുദ്ധിമുട്ടിച്ചോ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്? നമുക്ക് ക്യാൻറ്റീനിൽ പോയി ഓരോ ചായ കുടിക്കാം. അത് പിന്നെ ചായ ഒന്നും വേണ്ട ദേവു, പെട്ടെന്ന് പോകാനുള്ളതാ, പൂ കൊടുക്കാനുണ്ട്. ആഹാ, ശ്രുതി ചേച്ചി മുമ്പ് കൺസീവ് ആയ കാര്യം പറഞ്ഞപ്പം തലക്കടി കിട്ടിയ പോലെ ആയിരുന്നല്ലോ ചേച്ചിയുടെ അവസ്ഥ. ഇപ്പം അത് ശരിയായോ? ഓ, വീട്ടിൽ ഇന്ന് ശ്രുതിയും അമ്മയും ഒക്കെ നല്ല മരുന്ന് എനിക്ക് തന്നായിരുന്നു, അതുകൊണ്ടാ ശരിയായത്. മരുന്ന് തന്നോ? എന്ത് മരുന്ന്? ദേ, നല്ല അടിയുടെ കുറവാട്ടോ നിനക്ക്, നല്ല അടിയുടെ കുറവാ. വേണ്ട വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്നിട്ട് നീ ആ നേഴ്സിനോട് പോയി ചോദിച്ചു. നീ അവരോട് ചോദിച്ചു, അവര് നിന്നോട് പറഞ്ഞു, നീ എന്നോട് പറഞ്ഞു, എന്റെ കിളി പോയി. നീ എന്ത് ദേവു ഇങ്ങനെയൊക്കെ? അത് വീട്ടിൽ വലിയ വിഷയമായി. അതിന് ഞാനിത് ആരോടും പറഞ്ഞില്ലല്ലോ ചേച്ചി. ആ, നീ പറഞ്ഞില്ല, പക്ഷെ ഞാൻ അറിയാതെ പറഞ്ഞുപോയി. അല്ല ചേച്ചി ആരോടെ ഈ കാര്യം പറഞ്ഞത്? വർഷയോടെ. വർഷ അത് ശ്രീകാന്തിനോട് പറഞ്ഞു. ശ്രീകാന്തോ അത് എന്റെ സച്ചേട്ടനോട് പറഞ്ഞു. സച്ചേട്ടൻ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? മൊത്തം അറിഞ്ഞു. ഒടുവില് എല്ലാവരും വീട്ടിൽ അറിഞ്ഞ് വലിയ പ്രശ്നമായി. അമ്മ ഇതിൽ സത്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് പോയി മുഖത്ത് നോക്കി തന്നെ ശ്രുതിയോട് ചോദിച്ചു. അതുപോലെ വലിയ പ്രശ്നമായി. പിന്നെ അമ്മ പറയേണ്ട കാര്യമില്ലല്ലോ, എന്നെ എടുത്തിട്ട് പെരുമാറി. ആ, ഒരുപാട് ഞാൻ സഹിച്ചു. അല്ല രേവതി ചേച്ചി, നമ്മൾ ഉള്ളതല്ലേ പറഞ്ഞത്, കള്ളത്തരമല്ലല്ലോ. എന്റെ ദൈവം, നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല. സച്ചേട്ടന്റെ ഏട്ടന് കല്യാണം കഴിച്ചതിന് ശേഷം ശ്രുതി ഒരു തവണ പ്രഗ്നന്റ് ആയിരുന്നു, പക്ഷെ അത് അബോർഷനായി പോയിന്ന്. അയ്യോ, അതായിരുന്നോ? അതേന്നെ, ഇല്ലാ കഥ ഉണ്ടാക്കി ഒന്നും പറഞ്ഞ് ദേ അവരെല്ലാവരും കൂടെ ചേർന്ന് എന്നെ അങ്ങ് വറുത്തെടുത്തു. അയ്യോ, പിന്നെ സോറി ചേച്ചി, എല്ലാത്തിനും ഞാനല്ലേ കാരണം. നീയൊന്നുമല്ല, ഞാൻ തന്നെയാ കാരണം. ഞാൻ ഒറ്റ വരുത്തി, ഞാൻ ഒന്നും മിണ്ടാതിരിക്കണമായിരുന്നു. വർഷയോട് പറഞ്ഞതാണ് ഇപ്പൊ പ്രശ്നമായി പോയത്. വിശ്വസിക്കാൻ കൊള്ളത്തില്ല ശ്രുതി ചേച്ചിനെ. കള്ളമാണെങ്കിലോ പറഞ്ഞത്. നമുക്ക് ഡോക്ടറിനോടൊന്ന് ചോദിച്ചാലോ? ചേച്ചി ഇവിടെ നിൽക്കി, ഞാൻ പോയി ചോദിച്ചിട്ട് വരാന്ന് പറഞ്ഞ് ദേവു പോകാൻ തുടങ്ങിയപ്പോ, അയ്യോ എന്റെ പൊന്നു ദേവു, എന്തെങ്കിലും ആയിക്കോട്ടെ, ശ്രുതിയുടെ ഒരു കാര്യത്തിൽ നമ്മൾ തലയിടണ്ട. നമ്മളത് തലയിട്ടാൽ ശരിയാവത്തില്ല. അവള് ഇനി ഇവിടെ വരുമായിരിക്കും. നീ അവളോടൊന്നും ചോദിക്കാൻ പോവല്ലേ. എന്താ, നീ കണ്ട ഭാഗം പോലും നടിക്കണ്ട. നീ ഒന്നും കാണാത്ത പോലെ അങ്ങ് പോയാൽ മതി. നമ്മളായി, നമ്മുടെ പാടായി. നീ ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടിയല്ലേ വന്നത്? അതങ്ങ് ആത്മാർത്ഥമായിട്ട് ചെയ്യുക, അതാ ചെയ്യേണ്ടത്. എന്നെയും നിന്നെയൊക്കെ അപമാനിക്കാനും താഴ്ത്തി കെട്ടാനും വഴക്ക് പറയാനും ഒക്കെ ഓരോ കാരണം നോക്കി നിൽക്കുക ആ സച്ചേട്ടന്റെ അമ്മ. ഇനി നമ്മളായിട്ട് എന്തിനാ ഒരു കാരണം ഉണ്ടാക്കണത്? കാരണം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല ചേച്ചി, ഞാൻ ആ കാര്യം വിട്ടു. ചേച്ചി പറഞ്ഞതുപോലെ നമ്മൾ എന്തിനാ അവരുടെ കാര്യത്തിൽ തലയിടുന്നത്? എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലും ചെയ്യട്ടെ. എന്തെങ്കിലും ആട്ടെ, എന്തെങ്കിലും ചെയ്യട്ടെ. അതെ, എനിക്ക് പൂ കൊടുക്കാനുണ്ട്, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി അവിടുന്ന് പോവുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ ദേവുവിന്റെ ഫോണിൽ പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരികയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഒരു സിസ്റ്റർ വിളിച്ചിട്ട് പറയാണ്, അതേ മാനേജർക്ക് ദേവുവിനെ ഒന്ന് കാണണം എന്നാ പറഞ്ഞത്, പെട്ടെന്ന് റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ആ മാനേജറുടെ അടുത്തേക്ക് നമ്മുടെ ദേവു ചെല്ലുകയാണ്. അപ്പം ദേവു ചെന്ന ഉടനെ തന്നെ ചോദിച്ചു, എന്താ സാർ എന്നെ കാണണം എന്ന് പറഞ്ഞത്? അല്ല, താനിവിടെ എന്തിനാ വന്നത്? അത് ഞാൻ ജോലി ചെയ്യാന്. താൻ ജോലി ചെയ്യാൻ തന്നെയാണോ ഹോസ്പിറ്റലിൽ വന്നത്? അതെ, അക്കൗണ്ട് ജോലിക്ക് തന്നെയാണ് ഞാൻ വന്നത്. അപ്പൊ പിന്നെ ആ ജോലി ചെയ്യണം, അല്ലാതെ വേറൊരു ജോലിയും ചെയ്യില്ല. നീ എന്തിനാണ് ആവശ്യമില്ലാത്ത വിഷയത്തിൽ തലയിടുന്നത്? അത് പിന്നെ സാർ, ഞാൻ എന്താ ചെയ്തത്? ഇവിടുത്തെ പേഷ്യന്റ് ആണ് ശ്രുതി മേഡം. അവരുടെ മെഡിക്കൽ ഡീറ്റെയിൽസ് എന്തിനാണ് നീ ചോർത്തി പുറത്തു വിട്ടത്? അയ്യോ, ഞാനതെന്റെ ചേച്ചിയോടാ പറഞ്ഞത്, പുറത്താരോടും ഞാൻ പറഞ്ഞിട്ടില്ല. നീ അത് തന്ത്രപൂർവ്വം നേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കി. അത് നീ നിന്റെ ചേച്ചിയോട് പറഞ്ഞെന്ന്. അത് നീ എന്തിനാണ് പറഞ്ഞത് എന്ന്. അത് പിന്നെ ശ്രുതി ചേച്ചി എന്റെ റിലേറ്റീവാ. അതൊക്കെ വീട്ടില്, ഇത് ഹോസ്പിറ്റലിലാ, നീ മറക്കരുത്. പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് പുറത്ത് ആരോടും പറയരുത് എന്ന് തനിക്ക് അറിയത്തില്ലേ? നിന്റെ ജോലി അക്കൗണ്ട്സിലാണ്, അത് മര്യാദയ്ക്ക് നീ ചെയ്യുന്നില്ല. ഇത്തരം കാര്യത്തിലല്ലേ നിന്റെ ശ്രദ്ധ. അത് പിന്നെ സോറി സാർ. ശ്രുതി മേഡം ഇവിടെ വിളിച്ച് കംപ്ലൈന്റ് പറഞ്ഞിരുന്നു. ഇനി മേലാൽ ഈ ഹോസ്പിറ്റലിൽ വരില്ലെന്നാ പറഞ്ഞത്. താൻ കാരണം ഒരു പേഷ്യന്റ് പോയി, ഒരു പേഷ്യന്റിന് നഷ്ടമായി. ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷനിൽ ബാധിക്കും. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. അത് പിന്നെ ഞാൻ ഇനി ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല. നീ ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞിട്ടുണ്ടേലേ പൊറുക്കാൻ കഴിയത്തില്ല. മാത്രമല്ല, തനിക്ക് ഡിഗ്രിക്ക് നല്ല മാർക്കുണ്ട്, തനിക്ക് നല്ല ഗ്രേഡ് ഉണ്ട്, തനി ഇന്റർവ്യൂ നല്ല പാസ്സായിട്ടുണ്ട്. അതുകൊണ്ടാണ് തനിക്ക് ഇവിടെ ജോലി തന്നത്. ഏതായാലും ഇനി അത് ശരിയാവില്ല. നാളെ മുതൽ ദേവിക ജോലിക്ക് വരണ്ട. ദേവികയുടെ ജോലി പോയി. ഇനി ഇവിടെ നിൽക്കണ്ട. അയ്യോ സാർ, അങ്ങനെയൊന്നും പറയരുത്. എൻ്റെ അമ്മയ്ക്ക് ചെറിയ വരുമാനമുള്ളൂ, പൂകെട്ടല ജോലി, അറിയാലോ. കുടുംബം രക്ഷപ്പെട്ടല്ലോ എന്ന് സന്തോഷത്തില എല്ലാവരും. ജോലിക്ക് കയറി ഉടനെ തന്നെ ഇറങ്ങുക എന്ന് പറഞ്ഞാല്, നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാല് എല്ലാവരും തകർന്നു പോകും സാർ. പ്ലീസ് സാർ, ഞാൻ കാല് പിടിക്കാം സാർ. ഇനി ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ ഇതൊക്കെ ഓർക്കണമായിരുന്നു. ദൈവമേ,
എനിക്ക് വയ്യ സാർ, പ്ലീസ് സാർ. ശരി, ദേവികയുടെ കുടുംബത്തിനെ ഓർത്ത് ഈ തവണ ഞാൻ ക്ഷമിക്കുന്നു. ഇത് ലാസ്റ്റ് വാണിങ്ങാ. ഇത് ഇനി ആവർത്തിച്ചു കഴിഞ്ഞാൽ ദേവിക ഇവിടെ ഉണ്ടാവത്തില്ല. നീ തെറ്റ് ചെയ്തു, അതിനുള്ള ശിക്ഷ തന്നല്ലേ പറ്റത്തുള്ളൂ. ഈ മാസം നിനക്ക് പകുതി സാലറി തരത്തുള്ളൂ, അതാ തനിക്കുള്ള ശിക്ഷ. അയ്യോ സാർ, അത് പിന്നെ പറ്റില്ലെങ്കിൽ ജോലി വിട്ടു പൊക്കോളൂ. ഇല്ല സാർ, ഈ ജോലി ഞാൻ വിടത്തില്ല. എനിക്ക് ഈ ജോലി വേണം. ഈ മാസം എനിക്ക് പകുതി സാലറി മതി. അടുത്ത മാസം എനിക്ക് കിട്ടൂലോ, അത് മതി. എന്നാ പിന്നെ മേലിൽ ഇത് ആവർത്തിക്കരുത്. നീ നിന്റെ ജോലി മാത്രം ചെയ്താൽ മതി. നീ വേറെ ആരുടെയും ജോലി ചെയ്യാൻ പോകരുത് എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. ഏതായാലും ദേവു പേടിച്ചു പോയി. അപ്പം ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ രേവതിയാണ്. ചന്ദ്രോദയത്തെ രേവതി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക. എന്നിട്ട് സച്ചേട്ടൻ ഇന്ന് വിളിച്ചില്ലല്ലോ, സച്ചിൻ എന്താ വിളിക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നു. ഇതിൽ പറഞ്ഞ് നാവെടുത്തില്ല. അപ്പോഴത്തേക്ക് സച്ചി വിളിച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് സച്ചി ഫോൺ എടുത്ത ഉടനെ പറഞ്ഞു, അതെ സച്ചി അല്ല സച്ചേട്ടാ, സച്ചേട്ടന് 100 ആയുസാ. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? നീ ജോത്സ്യന്റെ അടുത്ത് പോയോ? അല്ല, ഞാനിപ്പോ സച്ചേട്ടനെ കുറിച്ച് വിചാരിച്ചതേ ഉള്ളൂ. അപ്പൊ തന്നെ സച്ചേട്ടൻ എന്നെ വിളിച്ചു, അതാ 100 ആയുസ് എന്ന് പറഞ്ഞത്. ഓ, ഒരാളെ കുറിച്ച് ആലോചിച്ചാൽ അയാൾക്ക് 100 ആയുസ് ഉണ്ടാവുമെങ്കില് പിന്നെ എന്നാത്തിനാ ആളുകൾ ഉറങ്ങുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്നത്? അപ്പം പിന്നെ 100 ആയുസ് കിട്ടത്തില്ലേ? എന്റെ പൊന്ന് സച്ചേട്ട പൊട്ടത്തരം പറയാതെ എപ്പോ വരും അത് പറ. ഞാൻ അത് പറയാനാ നിന്നെ വിളിച്ചത്. ഞാനേ ഇന്ന് വരില്ല. സച്ചേട്ടൻ ഇന്ന് വരില്ലെന്നോ? അതെന്താ? ഒരു വലിയ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. എവിടേക്കാ പോകുന്നത്? ചേവണ്ണൂര്. അപ്പം രാത്രി മുഴുവൻ കാർ ഓടിക്കേണ്ടി വരില്ലേ സച്ചേട്ടന്? ഓടിക്കണം. അപ്പൊ സച്ചേട്ടൻ ടയേർഡ് ആവില്ലേ? ടയേർഡ് ആകും. അതിനിപ്പോ എന്താ? അപ്പം രാത്രി വിശക്കുമ്പോ സച്ചേട്ടൻ എന്ത് ചെയ്യും? അല്ല, സാധാരണ വിശക്കുമ്പോ എന്താ ചെയ്യുക? ഭക്ഷണം കഴിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ സച്ചേട്ടൻ എവിടെന്നാ ഭക്ഷണം കഴിക്കുന്നത്? അത് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കും. എന്താ രേവതി, അത് ഏത് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്? എന്റെ പൊന്ന് രേവതി, റോഡരികിൽ ഇഷ്ടം പോലെ ഹോട്ടലുണ്ട്. എന്തെങ്കിലും കഴിക്കും ഞാന്, എവിടെയെങ്കിലും വെച്ച് കഴിക്കും ഞാന്. അല്ല, എന്ത് കഴിക്കും? അവിടെയുള്ള എന്തെങ്കിലും കഴിക്കുന്ന. എന്റെ പൊന്ന് രേവതി, നീ മിണ്ടാതിരിക്കുക. അല്ല സച്ചേട്ടാ, കാറ് ഓടിക്കുമ്പോ ഉറക്കം വരുമോ രാത്രി? അപ്പം സച്ചേട്ടന് എന്ത് ചെയ്യും? ഉറക്കം വന്നാലേ നടു റോഡില്ലേ, അവിടെ നിർത്തിയിട്ട് ഇറങ്ങി ഡാൻസ് അങ്ങ് കളിക്കും. അപ്പോഴത്തേക്കും ഉറക്കം പോവും. പിന്നെ ഞാന് വണ്ടി ഓടിച്ചോണ്ട് അങ്ങ് പോകും. അപ്പൊ പിന്നെ ഉറക്കം വന്നാൽ സച്ചേട്ടൻ എന്ത് ചെയ്യും? എന്റെ പൊന്നു രേവതി, മര്യാദയ്ക്കിരുന്നോ? നീ എന്തൊക്കെയാ പറയുന്നത്? ഫോൺ കട്ട് ചെയ്തിട്ട് പൊക്കോ നീ. അത് പിന്നെ സച്ചേട്ടൻ രാവിലെ വരുമ്പം പിന്നെ ഉണ്ടല്ലോ, എന്നോട് സീമേച്ചി കുറച്ചു നേരം മുമ്പ് വിളിച്ചിട്ട് രാത്രി മാല കെട്ടാൻ വരുമോന്ന് ചോദിച്ചു. എന്നാ പിന്നെ നീ പൊക്കോ, ഞാൻ ഇന്ന് വരില്ലല്ലോ. എന്നാ പിന്നെ നാളെ രാവിലെ നമുക്ക് കാണാം, ഞാന് പോയിട്ട് വരാം. അത് പിന്നെ എന്റെ പൊന്ന് രേവതി, എന്നെ വെറുതെ വിട്. നീ എന്തിനാ എന്നെ ഇങ്ങനെ നിർത്താതെ ഫോൺ ചെയ്തോണ്ടിരിക്കാനാണോ ഞാൻ പോയിട്ട് വരുന്നത് വരെ? ഇനി പോയിട്ട് വന്നിട്ട് മതി ചോദ്യം ഉത്തരവൊക്കെ. നീ ഫോൺ വെച്ചിട്ട് പോ രേവതി. എനിക്ക് തലവേദന എടുക്കുക നിന്റെ ഓരോ ചോദ്യവും ഓരോ ആൻസറും. അപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, സച്ചേട്ടാ സ്നേഹം കൊണ്ടല്ലേ സച്ചേട്ടാ? സ്നേഹം കൊണ്ട് തന്നെയാണേ എന്റെ പൊന്നോ, നീ ഒന്ന് വെക്ക എന്ന് പറഞ്ഞ് ഫോണൊക്കെ വെച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് രേവതി ശരിയെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർഷ തന്നെയാണ്. അപ്പൊ വർഷ ഇങ്ങനെ റൂമിൽ ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക ശ്രീകാന്തിനെ. അങ്ങനെ ശ്രീകാന്ത് ഫോൺ എടുത്തു. അപ്പൊ വർഷ ചോദിച്ചു, അല്ല എന്താ ശ്രീകാന്ത് എവിടെയാ? അപ്പോഴത്തേക്ക് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അല്ല നീ വീട്ടിലാണോ? അതേന്നേ, ഞാൻ വീട്ടിലാ. ശ്രീകാന്ത് എപ്പം വരും? ഞാന് പുറത്തുനിന്ന് ഡിന്നർ കഴിക്കാൻ ഓർത്തായിരിക്കും, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അയ്യോ, ഞാനിന്ന് കുറച്ച് താമസിച്ചേ വരത്തുള്ളൂ. ഇന്ന് ഇവിടെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. രാത്രി 12 മണിക്കാ ഫംഗ്ഷൻ. അത് കഴിഞ്ഞിട്ട് എനിക്ക് വരാൻ പറ്റത്തുള്ളൂ. എന്താ ശ്രീകാന്ത്, ഇത് കുറച്ച് നേരത്തെ എന്നോട് വിളിച്ച് പറയത്തില്ലേ? അത് പിന്നെ ഇപ്പോഴേ എന്നോട് വന്ന് പറയുന്നത്. നമുക്ക് നാളെ പുറത്ത് പോകാം, നമുക്ക് നാളെ പുറത്ത് പോയി കഴിക്കാം. ഞാൻ പുറത്ത് പോകാന്ന് പറയുന്ന ദിവസം അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രീകാന്തിന് എന്തെങ്കിലും റീസൺ കാണും. അത് പിന്നെ ജോലി ഒഴിവാക്കിയിട്ട് വരാൻ പറ്റില്ലല്ലോ വർഷേ. നാളെ ഞാൻ പുറത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞില്ലേ? നാളെ ശ്രീകാന്തിന് വേറെ എന്തെങ്കിലും റീസൺ കാണും, അത് ഉറപ്പല്ലേ? എനിക്കറിയാം. ഇപ്പം പഴയ സ്നേഹം ഒന്നുമില്ല ശ്രീകാന്തിന്. ഇനി ശ്രീകാന്ത് എന്നെയും കൂട്ടി എങ്ങോട്ടേക്കും പോകണ്ട. ശ്രീകാന്തിനെ കാത്തിരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ശ്രീകാന്ത് വിളിച്ച ഞാൻ വാതിലും തുറക്കില്ല. നീ വരാന്തയിലും മറ്റും കിടന്നോ, അതാ നല്ലത്. അപ്പോഴത്തേക്കും നമ്മുടെ വർഷ ഫോൺ കട്ട് ചെയ്തു. ശ്രീകാന്ത് ഹലോ 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 എന്ന് വെച്ചോണ്ടിരുന്നപ്പോൾ ഫോൺ കട്ട് ചെയ്തിട്ട് വർഷ അങ്ങ് പോവുകയും ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മുടെ വർഷ പിണങ്ങി ഇങ്ങനെ ഇരിക്കുന്ന ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കും അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരാം. ലൈക്ക് അടിക്കാൻ മറക്കരുത്. ലൈക്ക് അടിച്ചിട്ട് പോകാനുള്ളത്.